ഇന്നലെ നീലൻ തന്നോട് ദേഷ്യപ്പെട്ടുകൊണ്ട് രാവിലെ അപ്പു പാല് കൊടുക്കാൻ പോയപ്പോൾ ഉമ്മറത്ത് നീല ഇരിക്കുന്നു കണ്ടുവെങ്കിലും അത് ശ്രദ്ധിക്കാതെ പാല് പാത്രത്തിൽ ഒഴിച്ച് തിരികെ നടന്നു. അപൂർണം നടന്നിന്നേ, നീലന്റെ വിളി വന്നു. എന്താ? അവൾ ഗൗരവത്തിൽ ചോദിച്ചു. എടോ സോറി, ഞാൻ ഇന്നലെ കാര്യം അറിയാതെ തന്നെ വഴക്ക് പറഞ്ഞു. ഐ എം റിയലി സോറി. അവൻ തൻ്റെ ചെവിയിൽ പിടിച്ചു പറഞ്ഞതും അപ്പു ഒരു നിമിഷം അവൻ്റെ മുഖത്തേക്ക് കണ്ണെടുക്കാതെ നോക്കി നിന്നു. അവൾ ഗൗരവത്തിലൊന്ന് മൂളി. ഇന്നലെ നീ പറഞ്ഞത് ശരിയാണോ? അനഘ ബ്രദറിനെ കൂട്ടി വന്ന് തന്നെ ഭീഷണിപ്പെടുത്തിയോ? അത് നീ എങ്ങനെ അറിഞ്ഞു? ഇന്നലെ നടു റോഡിൽ നിന്ന് കരഞ്ഞു വെല്ലുവിളി നടത്തുമ്പോൾ ചുറ്റുമുള്ളവരെ കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഞാനപ്പോൾ ക്ലബിലുണ്ടായിരുന്നു. അതിനിപ്പോൾ എന്താ? മനുഷ്യന്മാരായ കരഞ്ഞൊന്നും ദേഷ്യപ്പെട്ടോന്നൊക്കെ ഇരിക്കും. അപ്പു വിത്തോരിലോട് പുച്ഛം. അതെന്തെങ്കിലും ആവട്ടെ, നിന്റെ വാക്ക് കേട്ട് നിന്റെ ഏട്ടൻ പൊട്ടം ക്ലബിലെ പിള്ളേരെയും കൂട്ടി ആ ചെക്കൻ്റെ കൈയും കാലും തല്ലി ഓടിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾക്ക് നിൽക്കണ്ട. കോളേജിൽ നിങ്ങൾക്കിടയ്ക്കുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ ഇടയിൽ ഒതുക്കണം. വീട്ടുകാരെ വെറുതെ ഇടപെടുത്തണ്ട. പിന്നെ അരുണിൻ്റെ സ്വഭാവം നിനക്കറിയാലോ. എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് പറയുകയല്ല, അരുണിന് കുറച്ച് എടുത്തുചാട്ടം കൂടുതലാ. അടുത്ത മാസം കല്യാണ. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി തലയിട്ട് കേസും കൂട്ടവും ഉണ്ടാക്കണ്ട. നീലന്റെ ഉപദേശം വേണ്ടാത്ത പോലെ ഏറ്റു. അവൾ തലയാട്ടിക്കൊണ്ട് തിരിഞ്ഞു. നീല, നീ നിന്റെ പ്രിയ ശിഷ്യോട് പറഞ്ഞേക്ക് എന്നോട് വെറുതെ കളിക്കാൻ നിൽക്കണ്ടെന്ന്. എലിഫന്റ് മൗത്ത് ഈസ് നോട്ട് ഈക്വൽ ടു സ്ക്വാരൽ മൗത്ത്. നീ എന്തേ മാങ്ങാണ്ടി പറയണേ? മനുഷ്യന് മനസ്സിലാവണ ഭാഷ പറയും. വലിയ ഡിഗ്രി ഒക്കെ എടുത്ത ആളല്ലേ, എന്നിട്ട് ഇംഗ്ലീഷ് അറിയില്ലേ? ആന വാ പൊളിക്കുന്നത് കണ്ടിട്ട് അണ്ണൻ വാ പൊളിക്കണ്ടെന്ന് അവളോട് പറഞ്ഞേക്കുന്നു. ഇതിലാരാ ആന? നീയോ അത് ആനകയാ? അത് ചോദിക്കേണ്ട ആവശ്യമുണ്ടാ? ഞാൻ തന്നെ. അത് പറഞ്ഞ് അവൾ വീട്ടിലേക്ക് നടന്നു. അപ്പോ ഇന്ന് നീ ക്ലാസ്സിൽ കഴിഞ്ഞു വരുമ്പോഴേക്കും ആ ചെറുക്കൻ്റെ കാലൊടിഞ്ഞ് സന്തോഷ വാർത്ത നിന്റെ കാതിലെത്തിയിരിക്കും. ക്ലാസ്സിൽ പോവാൻ നിൽക്കുന്ന അപ്പൂനോടെ ആരും പറഞ്ഞു. ആരുടെ കാല്? നീ ഇന്നലെ പറഞ്ഞ പയ്യന്റെ. എന്തിനെന്നാ നീയല്ലേ ഇന്നലെ പറഞ്ഞേ? എന്ന് വെച്ചിട്ട് ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തില എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ചാൽ അതങ്ങ് സീരിയസ് ആക്കാണാ? അപ്പൊ നീ വെറുതെ പറഞ്ഞാണ് അപ്പു? എൻ്റെ ആ ഏട്ടനായതുകൊണ്ട് പറയല്ല, നിനക്ക് കുറച്ച് എടുത്തുചാട്ടം കൂടുതലാ. അടുത്ത മാസം കല്യാണ. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി തലയിട്ട് കേസും കൂട്ടം ഉണ്ടാക്കണ്ട. നീലന്റെ അതേ ഡയലോഗ് പറഞ്ഞ അപ്പു ബാഗ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ഓന്തുപോലെ തോറ്റുപോലെ ഇവളുടെ മുന്നില്. ആരും തലയ്ക്ക് കൈവച്ചു. ക്ലാസ്സിലെത്തിയപ്പോൾ അനഘയെ കണ്ടുവെങ്കിലും അപ്പു അവളെ മൈൻഡ് ചെയ്യാനൊന്നും പോയില്ല. പലതവണ അനഘ ഓരോന്നും പറഞ്ഞ് അപ്പുവിനെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും അവൾ ഒഴിഞ്ഞു മാറി നടന്നു. പതിവ് പോലെ ക്ലാസ് കഴിഞ്ഞ് അവർ ഓഡിറ്റോറിയത്തിലേക്ക് നടന്നു. അവർ ചെല്ലുമ്പോൾ നീലൻ ഫോൺ നോക്കിയിരിക്കുകയാണ്. ഗുഡ് ഈവനിങ് സാർ. അനഘ വന്നതും തുടങ്ങി. അത് കണ്ട അപ്പു നാടകം നടക്കുന്ന സ്ഥലത്ത് വന്നിരുന്നു. നാടകം നോക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവളുടെ കണ്ണുകൾ നീലിലേക്ക് നീളുന്നുണ്ടായിരുന്നു. അവൾ സ്വയം വിലക്കി നാടകത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. മേടമാസ പുലരിയിൽ തിരിയുന്ന ഗജത്തിൽ ഉന്മാദത്തിൽ അസ്ത്രം തൊടുത്തുവിട്ട് മീശപ്പുലിമലയിൽ മായാജാലം കാട്ടും മാന്ത്രികനാണ് ഞാൻ. ദേ കണ്ടോ, അതാണ് എൻ്റെ പൊന്നിൽ തീർത്ത രാജസൗധം, അതാണ് സ്വർഗം. ഇതെന്ത് കുന്ത ഇവര് കാണിക്കണേ? ഇവര് പറയുന്ന മലയാളം തന്നെയാണോ? മനുഷ്യനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. പ്രാക്ടീസ് കണ്ട അപ്പുവിന്റെ കിളിയെല്ലാം പോയി. എടാ, ഇതേതാ നാടകം? മഹാഭാരതാണ് രാമായണാണ്? വെള്ളം കുടിക്കുന്ന ഒരു കുട്ടിയോടായി അവൾ ചോദിച്ചു. അല്ല ചേച്ചി, ഇത് നമ്മുടെ മലയാളം മിസ് എഴുതിയതാ. ജ്വാലമുഖി എന്ന നാടകത്തിന്റെ പേര്. അത് പറഞ്ഞ് ആ കുട്ടി അവളുടെ നിന്നും പോയി. എന്താ പൂർണ്ണ ഇവിടെ ഒറ്റയ്ക്കിരിക്കണേ? ഏതോ വലിയ ആലോചനയിലാണല്ലേ? എന്നെ ഓർത്ത് പേടിച്ചിരിക്കണോ? തൊട്ടടുത്തുള്ള കസേരയിരുന്നുകൊണ്ട് അനഘ ചോദിച്ചു. അതെ, വലിയ ആലോചനയിലായിരുന്നു. അനഘ വന്നത് നന്നായി. എൻ്റെ കുറെ കാലത്തെ സംശയമാണ്. ഈ രാമൻ ജനിച്ചത് അയോധ്യയിൽ, അത് നോർത്ത് ഇന്ത്യയിലാണ്. യേശുക്രിസ്തു ജനിച്ച ബെത്ലഹേമിലും. പിന്നെ ഈ മക്ക മദീന ഉള്ളതൊക്കെ ഇല്ലേ, അത് സൗദിയിലും. അപ്പം നമ്മൾ വെറുതെ ഇവിടെ ഇരുന്ന് മലയാളത്തിൽ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? ഹിന്ദുക്കൾ ഹിന്ദിയിലോ സംസ്കൃതത്തിലോ, ക്രിസ്ത്യൻസ് ഇംഗ്ലീഷിലോ, മുസ്ലിംസ് അറബിയിലോ സംസാരിച്ചാലല്ലേ ദൈവത്തിന് മനസ്സിലാവൂ? അതിനിപ്പോൾ എന്താ? അനഘ സംശയത്തോടെ നെറ്റി ചൊളിച്ചു. വെറുതെ ഇല്ല ഞാൻ പ്രാർത്ഥിക്കുന്നൊന്നും ദൈവം നടത്തി തരാത്തെ. കാരണം ഹിന്ദി നഹിമാലും. അതുകൊണ്ട് ഒരു ട്യൂഷന് പോയാലോ എന്ന് ആലോചിക്കുക. അനഘയുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടാ? അപ്പുവിൻ്റെ ചോദ്യം കേട്ട് അവൾ വല്ലാതെയായി. അവൾ തന്നെ ആക്കിയതാണെന്ന് മനസ്സിലാക്കിയ അനഘ പതിയെ അവിടെ നിന്ന് എണീറ്റ് പോയി.
കുറച്ച് കഴിഞ്ഞതും നാടകത്തിന്റെ പ്രാക്ടീസ് കഴിഞ്ഞ പിള്ളേർ പോയി. ഇപ്പോൾ ഗ്രൂപ്പ് സോങ്ങിന്റെ പിള്ളേർ മാത്രമേ അടിയുള്ളൂ. അനഘയാണെങ്കിൽ കിട്ടിയ അവസരം നന്നായി മുതലാക്കുന്നുണ്ട്. അപ്പു ഇറങ്ങാടാ, ആദുമ്മ പറഞ്ഞു. കഴിഞ്ഞോ? കഴിഞ്ഞു. രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങാൻ നിന്നും പുറത്ത് നല്ല മഴ. അമ്മ രാവിലെ പറഞ്ഞതാ കോടയെടുക്കാൻ, ഇനിയിപ്പോൾ മഴ മാറിയിട്ട് പോവാം. അവർ രണ്ടുപേരും ബെഞ്ചിലേക്കായിരുന്നു. കൂടെയുള്ള പിള്ളേരെല്ലാവരും പോയി. അവിടെ അനഘി അപ്പു ആദ്യമേ മറ്റു 3 പിള്ളേരുമേ ഉള്ളൂ. ഓഡിറ്റോറിയം പൂട്ടി കീ ഓഫീസിൽ കൊടുക്കേണ്ടത് കൊണ്ട് നീലനും പോവാൻ കഴിഞ്ഞില്ല. സാറിന് മഴ ഇഷ്ടാണോ? ഓ തുടങ്ങി കോഴി വീണ്ടും കൂവാൻ. അപ്പു പിറുപിറുത്തു. ഇഷ്ടാണ്, നീലൻ ഫോണിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞാൻ എൻ്റെ ബ്രദർ ഇടയ്ക്ക് മഴയത്ത് ബൈക്ക് റൈഡിന് പോകാറുണ്ട്. എന്തൊരു ഫീലാന്നറിയോ? മഴയൊക്കെ നനഞ്ഞ് മൊത്തത്തിൽ വേറൊരു വൈബാണ്. സാറൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് വേണം വീട്ടിൽ കിടന്നുറങ്ങി പിറ്റേ ദിവസം എണീക്കുമ്പോൾ ജലദോഷം വരും, മൂക്കൊലിപ്പായി, അത് കൂടി കൂടി പനി വരും. പനി പിടിച്ച് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടർ ഒരു മരുന്ന് തരും, പാരസെറ്റാമോള്. അത് കൂടുതൽ കഴിക്കുന്നത് ശരീരത്തിന് കേടാണ്. ലിവർ സിറോസിസ്, കിഡ്നി ഫെയിലിയർ, എന്തിനു പറയുന്നു ഹാർട്ട് അറ്റാക്ക് വരെ വരും. അതിന് എന്തിനു വെറുതെ മഴ കൊണ്ട് വേണ്ടാത്ത മാരക അസുഖങ്ങളൊക്കെ ഉണ്ടാക്കണേ? മിണ്ടാതെ മൂടി പൊതിച്ച് കിടന്നാ പോരെ. അനഘയുടെ തള്ളു കേട്ട് സഹി കേട്ട അപ്പു പറഞ്ഞു. അതിന് ഞാൻ നിന്നോടല്ലല്ലോ സാറിനോടല്ലേ പറഞ്ഞേ. ദേ നീല, കണ്ടവരുടെ വാക്ക് കേട്ട് മഴ നനഞ്ഞ് വല്ല പനിയും പിടിച്ചാ നോക്കാൻ ആരും ഉണ്ടാവില്ല കേട്ടാ. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. അപ്പൊ നീലിനെ നോക്കി പറഞ്ഞതും അവന് ചിരി വന്നു. എന്താ പൂർണ്ണത്, സാറിന് പേരെടുത്താണ് വിളിക്കണേ? അവിടെ ഒരു വഴക്ക് നടക്കുമെന്ന് മനസ്സിലാക്കിയ ആരതി ഇടപെട്ട് രണ്ടുപേരെ ഒതുക്കി നിർത്തി. മഴ നിന്നു, നമുക്ക് പോയാലപ്പോ? പോവാ, അതാ നല്ലത്. നീല എന്നാ ശരി, നാളെ കാണാം. അപ്പൊ കൈ ഉയർത്തി നീലിനെ നോക്കി പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങി. എനിക്ക് പോകുന്ന വഴി എന്തെങ്കിലും വാങ്ങി തരണം അതുമ്മ. ഉച്ചയ്ക്ക് ക്യാൻറ്റീനിൽ നിന്നുള്ള പപ്സ് കഴിച്ചെന്റെ വയറ് വിഭ്രംശിച്ചു പോയി. വയറ് ഒഴിഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുന്ന അപ്പുവിനെ അനഘ പകയോടെ നോക്കി. പിന്നീടുള്ള 2 ദിവസം വേഗത്തിൽ കടന്നുപോയി. അപ്പു അന്ന് നീലന്റെ മുന്നിൽ വെച്ച് കളിയാക്കിയതിനാൽ അനഘയും ഒന്ന് ഒതുങ്ങി. 3ാമത്തെ ദിവസം യൂണിവേഴ്സിറ്റി കലോത്സവമായിരുന്നു. ആദമ്മ കോമ്പറ്റീഷന് പോയ കാര്യം അപ്പോ കോളേജിൽ പോയില്ല. എല്ലാ വർഷത്തെയും പോലെ ആ കൊല്ലവും ഗ്രൂപ്പ് സോങ്ങിന് അവരുടെ കോളേജിന് ഫസ്റ്റ് കിട്ടി. അന്ന് അനഘ കളിയാക്കി സുരഭി തന്നെയാണ് സെൻട്രൽ നിന്ന് പാടിയതും. സുരഭിക്ക് ലളിതഗാനത്തിനും ഭരതനാട്യത്തിനും ഫസ്റ്റ് കിട്ടിയിരുന്നു. ഇന്ന് ഞായറാഴ്ച ആയ കാരണം അമ്മയാണ് പാല് കൊടുക്കാൻ പോയത്. അതുകൊണ്ട് അപ്പൊ കുറെ നേരം കിടന്നുറങ്ങി. പുറത്ത് ആര് വിളിക്കുന്ന കേട്ടാണ് അവൾ കണ്ണു തുറന്നത്. ഉറക്കം കളഞ്ഞ ദേഷ്യത്തിൽ അവൾ എഴുന്നേറ്റ് ഉമ്മറത്തേക്ക് വന്നു. മുറ്റത്ത് നിൽക്കുന്ന നീലനെ കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നെങ്കിലും ആദമ്മയുടെ വാക്കുകൾ അവളുടെ മനസ്സിലേക്ക് കയറി വന്നു. അതോടെ മനസ്സിലെ അവനോടുള്ള സ്നേഹവും മാറ്റിവെച്ച് ദേഷ്യം നിറച്ചു. അരുൺ എവിടെ? നീലൻ ചോദിച്ചു. ഇവിടെ ഇല്ല. എവിടെ പോയി? മണ്ണെണ്ണ വാങ്ങാൻ. മണ്ണെണ്ണ വാങ്ങിക്കാനാ? എന്തിന്? പായസം വെക്കാൻ. എന്തേ? വന്ന കാര്യം പറയടോ, വെറുതെ മനുഷ്യന്റെ സമയം കളയാതെ. എന്താ അപ്പൊ അവിടെ ഒരു ബഹളം? നീ രാവിലെ തന്നെ തുടങ്ങിയാ? അകത്തുനിന്നും തല വാർത്തിക്കൊണ്ട് ആരും പുറത്തേക്ക് വന്നു. അതുകൊണ്ട് നീലൻ അപ്പുവിനെ നോക്കി ദഹിപ്പിച്ചു. കാർത്തി, നീയാ? എന്ത് രാവിലെ തന്നെ? ഞാൻ ക്ലബിലേക്ക് വരാറിറങ്ങിയിരുന്നു. എടാ, നമ്മുടെ സ്കൂളിന് മുന്നിൽ വെച്ച ഫ്ലെക്സിന് മുന്നിൽ മറ്റേ ++ വരെ ഫ്ലെക്സ് വെച്ചിരിക്കുക. അതിന്റെ മറവിൽ നമ്മുടെ ക്ലബിന്റെ കാണാനില്ല. അന്ന് മുകളിലേക്ക് കയറ്റി കെട്ടണം. നീ ഒന്ന് വായോ, പോകുന്ന വഴി ഉച്ചയ്ക്കുള്ള ഫുഡിന്റെ ഓർഡർ കൊടുത്ത് കാറ്ററിംഗിൽ ഒന്ന് കയറണം. ദേ ഞാൻ വരുന്നു, ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. അരുൺ അകത്തേക്ക് പോയി. നീ വരില്ലേ ക്ലീനിങ്ങിന്? ഞാനൊന്ന് ആലോചിക്കട്ടെ. അതെന്ത് ഇത്ര ആലോചിക്കാനുള്ളത്? നീ അന്ന് വരാന്ന് പറഞ്ഞല്ലേ? അതന്നല്ലേ, എനിക്ക് വയ്യ, തലവേനയാ. വയറ് കൈവച്ച് അപ്പു പറഞ്ഞു. വയറിലാണോ നിന്റെ തല ഇരിക്കണേ? നീലൻ ചോദിച്ചു. എന്റെ തല വയറില. അവൾ അകലേക്ക് നോക്കി പറഞ്ഞു. എടാ പോവാം. അരുൺ ഷർട്ടിന്റെ ബട്ടൺ ഇട്ടുകൊണ്ട് പുറത്തേക്ക് വന്നു. വണ്ടി റോഡിലാ, വാ. അവർ പുറത്തേക്ക് നടന്നു. എടാ അരുണേ, നീ കഴിക്കുന്നില്ലടാ? അപ്പു പിന്നെയും വിളിച്ചു ചോദിച്ചു. വേണ്ട, സമയമില്ല. അത് പറഞ്ഞ അവൻ പുറത്തേക്ക് നടന്നു. ഒപ്പം നീലനും.